നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം ഉമ്മ സൽമാ ബീവിയുടെ പാങ്ങോട്ടെ വീട്ടിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. പാങ്ങോട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലേക്ക് അബ്ദുൾ റഹീം പോവുകയാണ്. അബ്ദുൾ റഹീം വിദേശത്തായിരുന്നു ഈ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ. അഷിൻ ഡിയാഗോ നമുക്ക് പോകുന്നുണ്ട്. അഷിൻ ഡിയാഗോ ഉമ്മയെയും ഒപ്പം സഹോദരനെയും സഹോദര ഭാര്യയെയും മകനെയും ഒക്കെ കൊലപ്പെടുത്തിയതിന്റെ വേദനയുമായാണ് അബ്ദുൾ റഹീം ഇപ്പോൾ നാട്ടിലേക്ക് വന്നിരിക്കുന്നത്. ഉമ്മയുടെ കബറിടത്തിലേക്ക് പോവുകയാണോ ഇപ്പോൾ? സുജിയ 7 വർഷത്തിന് ശേഷം നാട്ടിലെത്തിയ ഒരു മനുഷ്യനാണ് റഹീം. പക്ഷേ അത് ഇങ്ങനൊരു സ്ഥിതിയിലൊക്കെയാണ് അദ്ദേഹത്തിന് എത്തേണ്ടി വന്നത് എന്നൊരു വിഷമകരമായ കാര്യമാണുള്ളത്. കാരണം തൻ്റെ കുടുംബത്തിൽ സംഭവിച്ച ഈ ഒരു കാര്യം അത് ഇപ്പോഴും അദ്ദേഹത്തിന് അംഗീകരിക്കാനും താങ്ങാനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെയാണ് അദ്ദേഹം തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നും നേരെ ഗോകുലത്തിൽ ചികിത്സയിലുള്ള ഭാര്യയെ കാണുന്നതിന് വേണ്ടി ആശുപത്രിയിലേക്ക് എത്തിയത്. ഈ സാമൂഹിക പ്രവർത്തകരുടെ സഹായത്തോടു കൂടിയാണ് റഹീം തൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി അവിടെ നിന്നും തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നത്. എത്തിയ ഉടൻ തന്നെ അദ്ദേഹം നേരെ പോയത് ഗോകുലത്തിൽ ചികിത്സയിലുള്ള ഭാര്യ ഷെമിയുടെ അടുത്തേക്കാണ്. അവിടെ ഷെമിയുമായി അല്പനേരം സംസാരിക്കുകയും ചെയ്തിരുന്നു. മക്കളെക്കുറിച്ചാണ് ഈ ഷെമി റഹീമിനോട് ചോദ്യങ്ങൾ ചോദിച്ചത്. അത്രയും ഈ ബന്ധു വീട്ടിലാണ് ഉള്ളത്. അതായത് ഈ ഷെമിയുടെ സഹോദരനായ ഷെമീറിൻ്റെ വീട്ടിലാണ് മക്കൾ ഉള്ളത് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ഭാര്യയെ അറിയിച്ചത്. പിന്നീട് അവിടെ അല്പനേരം ചിലവഴിച്ച് ഭാര്യയുമായി സംസാരിച്ചതിന് ശേഷം അദ്ദേഹം ബന്ധു വീട്ടിലേക്ക് പോയതിനു ശേഷമാണ് ഇപ്പോൾ ഈ പാങ്ങോടുള്ള ഉമ്മയുടെ വീട്ടിലേക്ക്, അതായത് സൽമാ ബീബിയുടെ വീട്ടിലേക്ക് അദ്ദേഹം എത്തിയത്. തൊട്ടു മുന്നിൽ തന്നെ ഈ സൽമാ ബീബി ഈ ബാങ്ക് വിളി കേട്ട് ഉണർന്നിരുന്ന ആ പള്ളിയിലേക്ക് അദ്ദേഹം എത്തുകയാണ്. അവിടെ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ അടക്കിയിരിക്കുന്ന ഖബറിടങ്ങളിലേക്ക് അദ്ദേഹം മെല്ലെ നടന്നു നീങ്ങുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിന് നമുക്ക് ആ ശരീരഭാഷയിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഇത് താങ്ങാൻ ആകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഇങ്ങനെയൊരു തിരിച്ചുവരവ് ഒരിക്കലും ഒരുപക്ഷെ ഈ മനുഷ്യൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഈ 4 പേരുടെ മരണം, അതിൽ തൻ്റെ കുടുംബത്തിലെ ഒരാൾ തന്നെ ഈ ഒരു കൊലപാതകം ചെയ്യും, സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യങ്ങളാണ് ഈ റഹീമിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് തീരെ സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് ഈ ഒരു സംഭവം എന്നുള്ളതാണ്. കാരണം ഈ ബന്ധുക്കളടക്കം നമ്മളോട് അദ്ദേഹത്തിനോട് സംസാരിക്കരുത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുമുണ്ട്. അദ്ദേഹത്തിന് ആ ഖബറിലേക്ക് പോകാനുള്ള നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. അദ്ദേഹത്തിന് പോകുന്നതിന് തന്നെ കാരണം തൻ്റെ മക്കളെയും അതുപോലെ തന്നെ ഭാര്യയും ഉമ്മയും സഹോദരങ്ങളെയും ഈ ഒരു അവസ്ഥയിൽ കാണേണ്ടി വരുമെന്ന് ഒരുപക്ഷെ ഈ ഒരു മനുഷ്യൻ ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല. അതും തൻ്റെ മൂത്ത മകൻ്റെ കൈകൊണ്ട് തന്നെ ഈ ഒരു സംഭവം നടക്കുമെന്നുള്ള കാര്യം അദ്ദേഹം വിചാരിച്ചിരുന്നുമില്ല. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കുടുംബത്തെ നോക്കേണ്ട മകനാണ്. കൊലപാതകത്തിൽ പ്രതിയായ അഫാന്റെ പിതാവാണ് അബ്ദുൾ റഹീം. അബ്ദുൾ റഹീം ഇപ്പോൾ പാങ്ങോട്ട് ഖബറിസ്ഥാനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഉമ്മ സൽമാ ബീവിയെ ഖബറടക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. പാങ്ങോട് വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ വാപ്പുമ്മയെയാണ് കൊലപ്പെടുത്തിയത്. അത് അബ്ദുൾ റഹീം സ്വന്തം ഉമ്മയെ കൊലപ്പെടുത്തിയത് സ്വന്തം മകനാണ്. ആ വേദനയോടുകൂടിയാണ് അവിടേക്ക് എത്തിയിരിക്കുന്നത്.